ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി മിസ്റ്റർ ആൻഡ് മിസ്സിസ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ആരുടെ ബർത്ത്ഡേ എന്നല്ലേ, നമ്മുടെ പാറക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. പാറക്കുട്ടി എന്ന് പറയണത് എൻ്റെ മദർ ഇൻ ലോ ആണ്, അതായത് എൻ്റെ ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അത് കുറേ പേര് ചോദിച്ചു, എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ കുറേ പേര് അറിയാത്ത ആൾക്കാരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയാണോ ചോദിച്ചു. അതെ, എൻ്റെ അമ്മയാണ്, എൻ്റെ സെക്കൻഡ് മദർ ആണ്, അതായത് എൻ്റെ അമ്മായിമ്മ കേട്ടോ. അപ്പോൾ പാർവതി എന്നാണ് പേര്. ഞാൻ പാറക്കുട്ടി എന്ന് വിളിക്കും, പാറുമ്മ എന്ന് വിളിക്കും. പാറുമ്മ എന്നാണ് കൂടുതലും വിളിക്കാറ്. പുള്ളിക്കാരത്തേക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പുള്ളി കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ അനുബന്ധിച്ചിട്ട് ഞങ്ങൾ ചിറ്റൂർക്കാവിക്ക് വന്നിരിക്കുന്നുണ്ട്. ചിറ്റൂർക്കാവിൻ്റെ അവിടെയാണ് ഞങ്ങളുടെ വീട്. സോ ഞങ്ങൾ അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ചിറ്റൂർക്കാവിൽ വന്നപ്പോൾ നമ്മളിവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയാണ് ചിറ്റൂർക്കാവ് ഉച്ചവരെ ഉണ്ടാവാറ്. ഇന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റായി, പിന്നെ വ്യാഴാഴ്ച ദിവസമാണ്, കുറച്ച് ലേറ്റായി പോയി. അതുമല്ല നടയൊക്കെ അടച്ചു ലേറ്റായത് കൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുത് വിഘ്നേശ്വരൻ്റെ അവിടെയും തൊഴുതിന് ശേഷം നേരെ ശിവൻ്റെ അമ്പലത്തേക്ക് വന്നിട്ടോ, ശിവക്ഷേത്രത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, ചിറ്റൂർക്കാവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശിവക്ഷേത്രം കേട്ടോ. സോ അവിടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു വ്യൂ ഒക്കെ ആദ്യം എടുത്തു കേട്ടോ. നല്ല എന്താ പറയുക, പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മീൻസ് ഞങ്ങൾ വൈകി, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അമ്പലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റേതായ ഒരു പീസ്ഫുൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലം കോളം എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം, എന്നാലും ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ടായിരുന്നു, തിരക്കില്ലാത്തത് കൊണ്ട് പ്രത്യേക രസമായിരുന്നു വരാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങുന്ന ടൈമിൽ ഞങ്ങൾക്ക് പാൽപ്പായസം കിട്ടി കേട്ടോ. ശിവക്ഷേത്രത്തെ പാൽപ്പായസം, അതായത് ഇവിടുത്തെ ശിവക്ഷേത്രത്തെ പാൽപ്പായസം എന്ന് പറയണത് നല്ല ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ്. ഒരു കടും മധുരം എന്ന് പറയാനേയില്ല. പൊതുവെ പായസത്തിനൊരു കട്ടുമധുരമൊക്കെ ഉണ്ടാവുമല്ലോ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ലൈറ്റ് മധുരമാണ്, ഒരു പാകത്തിന് മധുരമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാനത് ഈ ഒരു ഷോട്ടിൽ ഞാൻ കാണിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു വിചാരം, കാണിക്കുന്നുണ്ടാവാം. അങ്ങനെ ഞങ്ങൾ തൊഴുത് എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങി. പൊതുവെ എനിക്ക് പാൽപ്പായസത്തിനോട് വലിയൊരു ഇഷ്ടം കൂടിയാണ്. എവിടെ പോലും എനിക്ക് പാൽപ്പായസം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. അതിനുശേഷം ആ ഷോട്ടിൽ ഞാൻ കാണിച്ചില്ല, കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ ബാഗ് വെച്ച് നേരെ ഓഫീസിലേക്ക് പോയി. ഞാൻ പെർമിഷനായിരുന്നു, ഓഫീസിൽ പോയി. ഓഫീസൊക്കെ പോയതിന് ശേഷം പിന്നെ തിരിച്ച് വരുമ്പോൾ ഞാനൊരു ചെറിയൊരു കേക്കൊക്കെ കൊണ്ടുവന്നു. ഈ ഇരിക്കുന്നത് എൻ്റെ അമ്മയും ചേച്ചിയാണ് കേട്ടോ. കേക്ക് കട്ടിയുടെ അവരും ഉണ്ടായിരുന്നു, അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് വിതരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിയുടെ ഭാഗ്യം അമ്മയുടെ ഭാഗ്യമൊക്കെ എന്താ പറയുക, സാരിയും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങൾ പൊതുവേ എല്ലാ വർഷം പിറന്നാളും ഒരു കുഞ്ഞ് കേക്കെങ്കിലും, ഒരുപാട് ഗ്രാൻഡായിട്ട് ആഘോഷിച്ചിട്ടില്ലെങ്കിലും ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ കൂടി എല്ലാ വർഷവും ഞങ്ങൾ ആഘോഷിക്കാറില്ല. പറ്റാവുന്ന അത്ര നല്ല രീതിക്ക് ഞങ്ങൾ ഒരു കുഞ്ഞ് കേക്കെങ്കിലും കട്ട് ചെയ്യാറുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളോട് എല്ലാ വർഷവും അങ്ങനെയാണ് കേട്ടോ. അച്ഛനും ചേച്ചിയും അമ്മയുടെയും അമ്മായിയമ്മയുടെയും ഏട്ടൻ്റെയും ഒക്കെ ഞങ്ങൾ നല്ല രീതിക്ക് തന്നെ ഒരു ചെറിയ കുഞ്ഞ് കേക്കെങ്കിലും കട്ട് ചെയ്തിട്ട് ആഘോഷിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അമ്മായിയും വരുമ്പോഴും കൂടി അങ്ങോട്ട് വിതരണമാണ്. ഞങ്ങൾ നല്ല കട്ട കമ്പനിയാണ് കേട്ടോ, വേറൊന്നുമല്ല. അവിടെ അമ്മയും മകനും മാത്രം ഉള്ള ഒരു ടൈമിൽ ഞാൻ ഇടയ്ക്കേരി വന്നതാട്ടോ. ഇടയ്ക്കേരി വന്നിട്ട് ഇപ്പോൾ 4 വർഷം ആവാറായി. അങ്ങനെ ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ, കാരണം രണ്ടുപേരും മാത്രമല്ല, അതിൻ്റെ ഒരാൾ പുതിയൊരു ആൾ വരുന്നു. അമ്മയ്ക്കാണെങ്കിൽ പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കമ്പനിയായി ഇഷ്ടപ്പെട്ട് വന്നതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇവർ യാത്രയായി. ഫുഡൊന്നും കഴിക്കാനിരുന്നില്ല, കാരണം മുത്തശ്ശനും അച്ഛനും അവിടെ വീട്ടിലുണ്ട്. മുത്തശ്ശനെ വയ്യാത്തതുകൊണ്ട് മുത്തശ്ശങ്ങൾ വന്നില്ല, അപ്പോൾ മുത്തശ്ശന് തുണയായിട്ട് അച്ഛനും ഇരുന്നു. അങ്ങനെ ഇവരെ മീൻസ് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ കാറൊക്കെ എടുത്ത് വെളിയിൽ ഇറക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെന്തൊക്കെയോ ഓരോ കുശി വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ദെൻ എല്ലാം കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്നിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു, ടേക്ക് കെയർ, ബൈ.